എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ ഞമ്മക്ക് ഇവിടെ സുഖം തന്നെ കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഒരു അടിപൊളി ചിപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. ചിപ്സ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണോ? ചക്കക്കുരു കൊണ്ടാണ് നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നത്. അപ്പം ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ആ ചുമന്ന കളർ തൊലി കളയണമെന്നില്ല കേട്ടോ. അത് കളയണ നിർബന്ധമല്ല. ഏതായാലും ഞാൻ അതൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ കുഞ്ഞാണിക്കാക്കയാണ് ചിപ്സ് ബ്ലേഡും അങ്ങനെ ചിപ്സ് ആക്കി തരുന്നത് കേട്ടോ. ഇത് പൊരിച്ചാലേ ചിപ്സ് ആവുള്ളൂ. മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടൊന്ന് കുഴച്ചിട്ട് വേണം നമുക്കിത് പൊരിച്ചെടുക്കാൻ. നല്ല ടേസ്റ്റാണ്. ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോണ്ടി, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം. ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും പാകത്തിന് ഉപ്പിട്ടിട്ട് ചൂടായ എണ്ണയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചിപ്സ് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു അരിപ്പ കൊണ്ട് കോരി എണ്ണയൊക്കെ കളഞ്ഞ് എടുക്കാം കേട്ടോ. കറുമുറു എന്ന് പറഞ്ഞ് നമുക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. 4 മണി ചായൻ്റെ കൂടെയൊക്കെ കഴിക്കട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ചക്കക്കുരു കിട്ടുകയാണെങ്കിൽ എല്ലാവരും ചക്കക്കുരു ചിപ്സ് ഉണ്ടാക്കി നോക്കിക്കൊണ്ടിട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ ഒരു ചിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെലൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെലയും കൂടെ പൊരിച്ച് അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി നല്ലോണം ഒന്ന് മിക്സഡ് ആക്കിയിട്ട് വാരി കഴിച്ച് നോക്കൊണ്ടി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ വെറൈറ്റീസ് ഫുഡൊക്കെ ഉണ്ടാക്കട്ടോ, കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ വേറൊരു വീഡിയോയുമായി വരുന്നതിൽ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.